ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഇതിഹാസമാവട്ടെ ഓരോ വിവാഹവും. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, കണ്ണൂർ ആൻഡ് ഇരിട്ടി. ജനപ്രതിനിധികളുടെ അഭാവത്തിൽ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. 3 ജനപ്രതിനിധികൾ മാത്രമാണ് യോഗത്തിനെത്തിയത്. വിവിധ പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. പുതുവർഷത്തെ ആദ്യ താലൂക്ക് വികസന സമിതി യോഗമാണ് ശനിയാഴ്ച താലൂക്ക് ഹാളിൽ ചേർന്നത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നഗരസഭാ ചെയർപേഴ്സന് പുറമെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ എന്നിവരാണ് ജനപ്രതിനിധികളായി യോഗത്തിന് പങ്കെടുത്തവർ. പട്ടാമ്പി തൃത്താല ബ്ലോക്കുകളിൽ നിന്നുള്ള 16ഓളം ജനപ്രതിനിധികൾ പങ്കെടുക്കേണ്ട യോഗത്തിലാണ് 3 ജനപ്രതിനിധികൾ മാത്രം എത്തിയത്. ഇക്കാര്യം യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. താലൂക്കിലെ വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. പട്ടാമ്പി ഭാരതപ്പുഴയോരത്ത് വിവിധ കേസുകളിൽ പിടികൂടിയ വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് പല പ്രശ്നങ്ങൾക്കും ഇടവരുത്തുന്നതായി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. വാഹനങ്ങളുടെ ചെറിയ വാഹനങ്ങളൊക്കെ അതങ്ങനെ കുന്നുകൂടി കിടക്കണം. ഓരോ ഭാഗത്ത് കന്നുകാലികൾ ഇറക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ അവിടെ കിടക്കുന്നത് നമ്മളത് വെള്ളത്തിൽ കിടക്കുന്ന വാഹനങ്ങളുണ്ട്. അപ്പൊ തുരുമ്പ് പിടിച്ചുകൊണ്ടാണ് നമ്മൾ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത് പോലും ആ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് നമുക്ക് മാറ്റുന്നൊരു നടപടിയിലായിരിക്കണം. 3 ഡിപ്പാർട്ട്മെന്റുകളായി കിടക്കുന്ന വാഹനങ്ങളാണ്. മണല് പിടിച്ചിട്ട്, എക്സൈസിന്റെ ഉണ്ട്, പോലീസ് പിടിച്ച വാഹനങ്ങൾ, എല്ലാ വാഹനങ്ങളും കൂടി അവിടെ ഇറങ്ങിയത്. ഇത് നീക്കം ചെയ്യാനാവശ്യമായ നടപടികൾ വേണമെന്നായിരുന്നു ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് തഹസിൽദാർ ടി പി കിഷോർ പറഞ്ഞു. കൊപ്പം വിളയൂർ പഞ്ചായത്തുകളിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്ന വിഷയമായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉന്നയിച്ചത്. അല്ലെങ്കിൽ വാൾവ് കൂട്ടിയിട്ടായിരുന്നു ചെയ്യണം. കാരണം വെള്ളം ഇങ്ങനെ പോകുമ്പോൾ ജനങ്ങളൊക്കെ മെമ്പർമാരെ കുറ്റം പറയുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കി കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. വിളയൂരും അതുപോലെ തന്നെ കൊപ്പം ഏരിയയിലാണ് അധികം ഞാൻ കാണാറുള്ളത്. വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി പ്രവർത്തിക്കണമെന്ന് കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ പറഞ്ഞു. കൊപ്പം വളാഞ്ചേരി പാതയിൽ റോഡരികിൽ മണ്ണുകൂനകൾ നീക്കം ചെയ്യാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ച ചെയ്തു. താലൂക്കിൽ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും നിലവിൽ 3 വില്ലേജുകളിൽ സർവേ നടപടികൾ പൂർത്തിയായെന്നും ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി സൂചിപ്പിച്ചു. ഇത് ജനങ്ങൾക്ക് പരിശോധിക്കാനുള്ള അവസരമുണ്ടെന്നും സർവേ നടക്കുന്ന വില്ലേജുകളിൽ ആളുകളുടെ സഹകരണമുണ്ടാകണമെന്നും അവർ പറഞ്ഞു. ജനപ്രതിനിധികൾക്ക് പുറമെ ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു.